അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാ. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് ബഹുമാന്യനായ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ മന്ത്രിയും MLA ഒക്കെ ആയിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ ഓർമ്മ ദിനമാണ്. അദ്ദേഹം നമുക്ക് നൽകിയ സംഭാവനകൾ നമ്മുടെ രാജ്യത്തിന്, മുസ്ലിം സമുദായത്തിന്, മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ കാലങ്ങളിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ നമുക്കറിയാം. ആദർശ രാഷ്ട്രീയത്തിൻ്റെ ഒരു മഹാരൂപമായി ഒരു അഴിമതിയും ഒരു ആരോപണവും വിധേയനാവാതെ സത്യസന്ധമായി തൻ്റെ അനുയായികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് തൻ്റെ ജീവിതവും തൻ്റെ ആയുസ്സും തൻ്റെ സമ്പത്തും സമുദായത്തിനും നാട്ടുകാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി, കടലോരത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി, ഈ ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു മഹാനായ നേതാവാണ് അദ്ദേഹം. വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാണിച്ചു തന്ന ഒരു മാർഗമുണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ. അഴിമതി അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല. നല്ല വ്യക്തിത്വത്തിൻ്റെ, നല്ല സൗമ്യമായി ജനങ്ങൾക്കിടയിൽ ജനങ്ങളിൽ ഒരുവനായി അവരുടെ പ്രശ്നങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു നേതാവ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നതിന് വേണ്ടി ഒരു പുസ്തകം പുസ്തക സമിതി തയ്യാറാക്കിയ പുസ്തകമാണിത്. കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ ഓർമ്മകൾ നിറഞ്ഞ ഒരു പുസ്തകം. ഇതിൻ്റെ പേര് കുട്ടി അഹമ്മദ് കുട്ടി കാലവും നിലപാടും എന്നാണ്. ഈ പുസ്തകത്തിൽ ഒരുപാട് സാഹിത്യകാരന്മാർ, ജനപ്രതിനിധികൾ, MLA മാർ, രാഷ്ട്രീയ നേതാക്കൾ, മത നേതാക്കൾ എല്ലാവരും ഇതിൽ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അയവർത്തുന്നുണ്ട്. ഇതിൽ 116 പേരുടെ ഓർമ്മക്കുറിപ്പാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയത്. മനോഹരമായ പുസ്തകം. കുട്ടി സാഹിബിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം വായനയിൽ മുഴുകിയ, പുസ്തകത്തെ സ്നേഹിക്കുന്ന, അറിവുള്ള മഹാനായ വ്യക്തിയാണ്. അദ്ദേഹം കാണിച്ചു തന്ന മാർഗം വരും തലമുറയും ഇനിയുള്ള നേതാക്കളും കണ്ടു പഠിക്കേണ്ടതാണ് എന്നുള്ളതാണ് സമൂഹം അദ്ദേഹത്തിൻ്റെ മരണശേഷം എല്ലാവരും പറഞ്ഞു കേട്ടത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് കുട്ടി അഹമ്മദ് കുട്ടി കാലവും നിലപാടും എന്ന പുസ്തകം. ഇതെല്ലാവരും ഒന്ന് വായിക്കണം. ഇതിനാവശ്യം ഉള്ളവർ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ കോപ്പി തരാൻ എനിക്ക് സാധിക്കും. നിങ്ങൾ ബന്ധപ്പെടണം. അദ്ദേഹത്തിൻ്റെ ആ ജീവിതം കറപുരളാത്ത, അഴിമതിയില്ലാത്ത, നിഷ്കളങ്കനായ ആ മുപ്പച്ച മനുഷ്യൻ നമുക്ക് കാണിച്ചു തന്ന മാർഗം, അദ്ദേഹം ജീവിച്ച് കാണിച്ചു തന്ന ആ രേഖ നമ്മൾ പഠിക്കണം. അത് വരും തലമുറക്ക് നമ്മൾ കൈമാറണം. അതിനുവേണ്ടി ഈ പുസ്തകം എല്ലാവരും ഒന്ന് വായിക്കണം, അത് പ്രചരിപ്പിക്കണം. അതിനുവേണ്ടി എല്ലാവരും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം അദ്ദേഹം ഇവിടെ ചെയ്ത നന്മകൾ അദ്ദേഹത്തിന് പ്രതിഫലമായി അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിക്കുമാറട്ടെ. അദ്ദേഹം നമുക്കിടയിൽ ജീവിക്കുകയും അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ഈ പാവപ്പെട്ടവന് വേണ്ടി, ഈ സമുദായത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി, പാവപ്പെട്ട ജനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി ചിലവഴിച്ച ഒരു മഹാനായ വ്യക്തിത്വമാണ് അദ്ദേഹം. നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഒരു വർഷം പൂർത്തിയായി. എല്ലാവരും അവനവൻ്റെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകം ആവശ്യമുള്ളവർ എന്നോട് ബന്ധപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സാധ്യത